ഒരു മിനിറ്റ് മാത്രമാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന്, ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് എന്ന് നാസയുടെ ലൈവ് സ്ട്രീമിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇനി 20 സെക്കൻഡ് മാത്രം. ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് 20 സെക്കൻഡ് മാത്രമാണ്. 17 സെക്കൻഡ്, 16 സെക്കൻഡ്, 15 സെക്കൻഡ്, 14 സെക്കൻഡ്, 13 സെക്കൻഡ്, 12 സെക്കൻഡ്, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഡി ഓർബിറ്റ് ബേണിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് നാസയുടെ ലൈവ് സ്ട്രീമിംഗിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതുവരെ എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് നാസ അറിയിക്കുന്നു. എല്ലാം പ്രതീക്ഷിച്ച പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് നാസ അറിയിക്കുന്നത്. ട്രങ്ക് വിച്ഛേദിക്കുന്ന പ്രക്രിയ വിജയകരമായിരിക്കുന്നു. ഡ്രാഗൺ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണ്. ഇനി സ്പ്ലാഷ് ഡൗണിലേക്ക് എത്തുന്നു. 45 മിനിറ്റ് മാത്രം മതി സ്പ്ലാഷ് ഡൗണിലേക്ക്. അതായത് ഡ്രാഗൺ പേടകം കടലിൽ പതിക്കുന്നതിന് വേണ്ടിയുള്ളത്. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെ പേടകം പതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കപ്പലുകൾ സജ്ജമാണ്. ഈ ക്യാപ്സൂളിലുള്ള യാത്രികരെ സുരക്ഷിതമായി കരയിലേക്ക് മാറ്റുന്നതിനെല്ലാം സജ്ജമായിരിക്കുന്നു എന്നാണ് നാസ അറിയിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളുടെ നമ്മൾ അടുത്തൊന്നും കടന്നുപോയിട്ടില്ല സായ്കുമാർ. ഡി ഓർബിറ്റ് ബേണിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി നാസയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് മനസ്സിലാക്കുന്നത്. എല്ലാം പ്രതീക്ഷിച്ച പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ 45 മിനിറ്റ് സമയം കൂടി മതിയല്ലേ? തീർച്ചയായും ഇനിയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനിയുള്ള 7 മിനിറ്റുകൾ എന്നുള്ളതാണ് വളരെ വളരെ നിർണായകമായിട്ടുള്ളത്. ഒരുപക്ഷെ ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിന് വരെ ഈ ഷേക്കിംഗ് മൂലം തടസ്സം സംഭവിച്ചേക്കാം. അതിനെ വളരെ വിജയകരമായി തന്നെ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്ന പ്രക്രിയയിലേക്കുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ തന്നെ കൗണ്ട് ഡൗൺ സ്പ്ലാഷ് ഡൗണിന്റെ മാത്രമായി മാറിക്കഴിഞ്ഞു. 44 മിനിറ്റ് മാത്രമാണ് ഇനി സ്പ്ലാഷ് ഡൗണിന്റെ ഉള്ളത്. ഇതുവരെയുള്ള എല്ലാ ദൗത്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയകരമാണ് എന്നാണ് നാസ അറിയപ്പെടുന്നത്. ഇപ്പോൾ കൺട്രോൾ റൂമുമായുള്ള ബന്ധം ഒരുപക്ഷെ 7 മിനിറ്റ് വരെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാണ്. ഈ ദൗത്യ സമയത്ത്, ഈ ഡി ഓർബിറ്റ് ബേൺ നടക്കുന്ന സമയത്ത്, ആ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റിൽ ഈ ഷേക്കിംഗ് സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് സംഭവിക്കഴിഞ്ഞാൽ അതിനുള്ള ബദൽ നീക്കങ്ങളെല്ലാം റെഡിയാണ്. അതിനുള്ള പരിശീലനം സുനിത വില്യംസ് അടക്കമുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അതിലൊന്നും അവർക്ക് നാസയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള തർക്കങ്ങളിൽ ഇപ്പോൾ റീ ഓർബിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നെന്ന് നാസ പറയുകയാണ്. ഇപ്പോൾ ബാറ്ററിയിൽ ഡ്രാഗൺ ഇനി പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളോട് കൂടി സ്പ്ലാഷ് ഡൗൺ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. 7 മിനിറ്റ് ആയിരിക്കും നീണ്ടു നിൽക്കുക എന്നതാണ്. ഡി ഓർബിറ്റ് ബേൺ പ്രോഗ്രസ് ചെയ്യുന്നു. ഇനി റീ ഓർബിറ്റിംഗ് ആണ്. 7.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുന്നു. ഈ സമയമാണ് ഏറെ നിർണായകമായത്. വലിയ ചൂടായിരിക്കും അനുഭവപ്പെടുക. ബഹിരാകാശ യാത്രികർക്ക്, ഇതിനകത്തുള്ള യാത്രികർക്ക് വലിയ ഷേക്കിംഗ്, ഈ കുലുക്കം അനുഭവപ്പെടും. ഒരു ഗട്ടറിൽ വീണതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു കുലുക്കമായിരിക്കും അനുഭവപ്പെടുക. അതായത് അന്തരീക്ഷ മർദ്ദത്തിലേക്ക്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലേക്ക് ഈ പേടകം കടക്കുകയാണ്. ഈ ഘട്ടം തന്നെയാണ് ഏറ്റവും നിർണായകം. നിലവിൽ എല്ലാം വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു സാങ്കേതിക തടസ്സവും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ഡി ഓർബിറ്റ് ബേണിംഗ് പ്രക്രിയ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൈവ് സ്ട്രീമിംഗിലേക്ക് വീണ്ടും നാസ എത്തിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇതാ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് അല്ലെ സായി? ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിൽ. തീർച്ചയായും യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. എല്ലാം നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ വിജയകരമായി തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നാസയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു ഇപ്പോൾ കടന്നുപോയത്. ഇനിയിപ്പോൾ അവരെ ഹോമിലേക്ക് ഇതാ പുതിയൊരു കൗണ്ട് ഡൗൺ കൂടി വന്നിട്ടുണ്ട്. ക്രൂ വെൽക്കം ഹോം. 1 മണിക്കൂറും 27 മിനിറ്റും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഒരുപക്ഷെ ഈ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സമയം കൂടിയുള്ള അതിന്റെ കൗണ്ട് ഡൗൺ. അതാണ് വെൽക്കം ഹോം എന്ന് പറയുന്നത്. കടലിൽ നിന്നും ഈ പേടകം വഹിച്ചുകൊണ്ട് കരയിലേക്ക് എത്താനുള്ള സമയം കൂടി കണക്കാക്കിയുള്ള ഈ കൗണ്ട് ഡൗൺ ആണ്.